ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കുന്നതിനും അതുപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലാസ് പോലെ തിളങ്ങി നിൽക്കുന്നതിനും അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ആകുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ പായ്ക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലും ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പായ്ക്കിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് പാലാണ്. അപ്പോൾ നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യും, അതുപോലെ തന്നെ സ്കിന്നിൽ നന്നായിട്ട് ഗ്ലോ ആകുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഹണിയാണ്. അപ്പോൾ അത് ചെറുതേൻ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതിപ്പോൾ കിട്ടിയില്ല എങ്കിൽ വൻതേൻ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഫ്രഷ് ആയിട്ടുള്ള അലോവേറയുടെ ജെല്ലാണ്. അത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം. നമ്മൾ റെഡിമെയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അലോവേറ ജെല്ല് ഒരു 1/2 സ്പൂൺ എടുക്കാം. അപ്പോൾ 1/2 സ്പൂൺ അലോവേറ ജെല്ലിനുള്ള ബാക്കിയുള്ള അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അലോവേറ ജെല്ല് നമുക്കറിയാം നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും. അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതൊക്കെ നന്നായിട്ട് റിമൂവ് ആകുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ 1/2 സ്പൂൺ അലോവേറ ജെല്ല് എടുക്കുമ്പം 1/2 സ്പൂൺ ഹണിയും കൂടി ചേർക്കുക. ഹണി നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകുന്നതിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് മിൽക്കാണ്. അപ്പോൾ 1/2 സ്പൂൺ അലോവേറയുടെ ജെല്ലും 1/2 സ്പൂൺ ഹണിയും കൂടി മിക്സ് ചെയ്യുമ്പം നമ്മൾ ചേർക്കുന്നത് 1 സ്പൂൺ മിൽക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും അലർജി, അതായത് മിൽക്കോ അല്ലെങ്കിൽ അലോവേറയുടെ ജെല്ലൊക്കെ അലർജി ഉള്ളവരുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ അലർജി എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഇത് യൂസ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു പായ്ക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പായ്ക്കാണ്. നമുക്കിത് രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ നമ്മൾ ഫേസിൽ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് അപ്പം ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യരുത്. മോർണിംഗിൽ നമുക്ക് ഫേസ് വാഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പായ്ക്കാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം, അഴുക്കൊന്നും പാടില്ല. അത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വരെ നമുക്ക് ചെറിയൊരു മസാജിങ് കൊടുക്കണം. ആ മസാജിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ലെയർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മളിത് വെയിറ്റ് ചെയ്യാനായിട്ട്. ഒരു 20 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തതിന് ശേഷം ഉള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ 20 മിനിറ്റിന് ശേഷം ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത്. അപ്പോൾ നന്നായിട്ട് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ അപ്ലൈ ചെയ്തിരുന്ന ആ ഒരു കുറച്ചൊന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി ആ ഡിഫറൻസ് മനസ്സിലാവാനായിട്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പായ്ക്കാണ്. ആ ഒരു യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.